പൗരബോധം, കാര്യശേഷി, സ്വന്തം കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള വിവേകം, ഇതാണ് ഒരു SPC കേഡറ്റ്. മട്ടാഞ്ചേരി സബ് ഡിവിഷന് കീഴിലുള്ള 6 വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയം സാക്ഷിയായി. 2 വർഷത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ 246ഓളം വിദ്യാർത്ഥികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. കേഡറ്റുകളിൽ നിന്നും കൊച്ചി സിറ്റി ലോ ആൻഡ് ഓർഡർ DCP അശ്വതി ജിജി IPS സല്യൂട്ട് സ്വീകരിച്ചു. അച്ചടക്കവും പൗരബോധവുമുള്ള രാഷ്ട്രസ്നേഹമുള്ള ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന SPCയുടെ മട്ടാഞ്ചേരി സബ് ഡിവിഷനിലെ 6 സ്കൂളുകളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. അതിമനോഹരവും ചിട്ടയുള്ളതുമായ ആ പാസിംഗ് ഔട്ട് പരേഡിന്റെ ദൃശ്യങ്ങൾ മെട്രോ 7 ന്യൂസിലൂടെ. ലക്ഷ്യബോധവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു യുവതലമുറയാണ് നമ്മുടെ സമൂഹത്തിന് ഇന്ന് ആവശ്യം. 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ നേതൃത്വ നിരയെ സജ്ജമാക്കുന്നതിൽ മട്ടാഞ്ചേരി സബ് ഡിവിഷന് കീഴിലെ 6 സ്കൂളുകളിലെ SPC വിദ്യാർത്ഥികളും കഴിവ് തെളിയിച്ചു. 2 വർഷത്തെ കഠിനമായ പ്രയത്നത്തിലൂടെ 246ഓളം വിദ്യാർത്ഥികളാണ് തോപ്പുംപടി രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. പുത്തൻതോട് GHSS, പള്ളൂരുത്തി SDPY ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, തോപ്പുംപടി അവർ ലേഡീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മട്ടാഞ്ചേരി TDHS, തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ, ഫോർട്ട് കൊച്ചി സെന്റ് ജോൺ ഡി ബ്രിട്ടോ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളായിരുന്നു പരേഡിൽ അണിനിരന്നത്. മുഖ്യാതിഥിയായി പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്ത കൊച്ചി സിറ്റി ലോ ആൻഡ് ഓർഡർ DCP അശ്വതി ജിജി IPS കേഡറ്റുകളിൽ നിന്നും സല്യൂട്ട് സ്വീകരിച്ചു. ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ കൺട്രിയുടെ പ്രസന്റ് മാത്രമാണ്. നിങ്ങളാണ് ഈ കൺട്രിയുടെ ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങൾ ഇവിടെ എടുത്ത വോട്ട് പോലെ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ രാജ്യം വളരെയധികം വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. ഭാഷകളാണെങ്കിലും ആൾക്കാരാണെങ്കിലും മതങ്ങളാണെങ്കിലും എല്ലാം. അപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിക്കേണ്ടത് നമ്മളെല്ലാവരും ഫൈനലി ഒന്നാണ്. അപ്പം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ടാണ്. കൊച്ചി സിറ്റി പോലീസ് കൺട്രോൾ റൂം ACP ഇബ്രാഹിം PH, കൊച്ചി നഗരസഭാ കൗൺസിലർ ഷീബ ഡ്യൂറോ, SHOമാരായ ഫൈസൽ MS, സിജിൻ മാത്യു, ഷാജു AN, ഷിബിൻ KA, ADNO സൂരജ് കുമാർ MP എന്നിവരായിരുന്നു സല്യൂട്ട് സ്വീകരിച്ച മറ്റ് വിശിഷ്ടാതിഥികൾ. നമ്മുടെ സമൂഹത്തിനാണ് ഇതുകൊണ്ട് ഏറ്റവും അഭിമാനം തോന്നേണ്ടത്. കാരണം ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹം നേരിടുന്നുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങളാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളായിട്ട് മക്കൾ മാറുമ്പോൾ അവർ നാളെ ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തരായ ഏറ്റവും കരുത്തുറ്റ ഒരു യുവതയായി മാറുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. പ്രധാന അധ്യാപകരായ വസന്തി KK സീമ, മിനി ആന്റണി, ആശാ G പൈ, മേരി ആൻഡ് പ്രീതി ബാസ്റ്റിൻ, മിനി ജോസ് എന്നിവർ സല്യൂട്ട് സ്വീകരിച്ച് ആശംസകൾ അർപ്പിച്ചു. വിവിധ പ്ലട്ടൂണുകൾക്ക് നേതൃത്വം നൽകിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മട്ടാഞ്ചേരി TDHSനും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അവർ ലേഡി സ്കൂളിനും DCP അശ്വതി ജിജി IPS ചടങ്ങിൽ ട്രോഫികൾ നൽകി അനുമോദിച്ചു. ഞങ്ങളുടെ 2 വർഷത്തെ കഠിനമായ പ്രയത്നം ഈ ബെസ്റ്റ് പ്ലട്ടൂണായിട്ട് കിട്ടിയ ഞങ്ങളുടെ ഈ ട്രോഫി ഞങ്ങൾ 2 വർഷം കൊണ്ട് പഠിച്ചതാണ്. ഞങ്ങൾ ഇവിടെ ഇന്ന് പോവുകയാണത്. വളരെ അടിപൊളിയായിട്ടായിരുന്നു നമ്മൾ ഇത് ചെയ്തത്. ഞങ്ങളുടെ ഈ ട്രെയിനിങ് അഞ്ജലി മിസ്സും ലിയ മിസ്സും CPOയും ACPOമാരാണ്. അവരാണ് ഞങ്ങളെ രണ്ടുപേരും ഞങ്ങളെ ഭയങ്കര നല്ലതായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. DIമാര് പ്രശാന്ത് സാറും പ്രിയ മാം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ്? ബെസ്റ്റ് പ്ലാറ്റൂൺ നേടിയപ്പോൾ എന്ത് തോന്നുന്നു? അഭിമാനം തോന്നി, പിന്നെ സന്തോഷവും എല്ലാം നമ്മളെ DO ആയിട്ടുള്ള യേശുദാസ് സാറിന്റെ ഒരു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നതിന് നേതൃത്വം നൽകിയ CK യേശുദാസ് ഉൾപ്പെടെയുള്ള ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൺട്രോൾ റൂം ACP ഇബ്രാഹിം PH മെമന്റോകൾ നൽകി. എല്ലാവരും അടിപൊളിയായിരുന്നു. ഗേൾസിലും ബോയ്സിലും എല്ലാവരും അടിപൊളിയായിരുന്നു. നമ്മുടെ ബോയ്സ് പ്ലട്ടൂൺ അടിച്ചു ഫസ്റ്റ് അടിച്ചു. ഭയങ്കര സന്തോഷം. നല്ല സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. വളരെ ഹാപ്പിയാണ്. യേശുദാസ് സാറെ ഞങ്ങൾ പഠിപ്പിച്ച് ഞങ്ങള് സ്കൂളിൽ നല്ല പ്രാക്ടീസ് കൊടുത്തു. ഇവിടെ നല്ല പ്രാക്ടീസ് കൊടുത്തു. എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ വളരെ സന്തോഷമുണ്ട്. CPO ACPOമാരായ അധ്യാപകർ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, മാതാപിതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി അനേകം പേരാണ് പാസിംഗ് ഔട്ട് പരേഡിന് സാക്ഷിയായത്. എനിക്ക് വലിയ സന്തോഷമാണ്. കുട്ടികളെല്ലാവരും നന്നായിട്ട് ചെയ്തു.
ഏറ്റവും നല്ല ഒരു പ്രകടനം അവർ ഇന്ന് കാഴ്ചവെച്ചു. 5 ദിവസം കൊണ്ടാണ് അവർ ഇത്രയും നന്നായിട്ട് പരേഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തത്. നമ്മുടെ സമൂഹത്തിലെ കുട്ടികളിൽ തന്നെ മദ്യവും മയക്കുമരുന്നും ഒക്കെ സ്കൂൾ ലെവലിൽ തന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. കുട്ടികളെ നിയമം സ്വമേധയാ അനുസരിക്കുക, സഹജീവികളോടൊരു സ്നേഹം ഉണ്ടാവുക, പ്രകൃതിയോട് സ്നേഹം ഉണ്ടാവുക, അങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഒരു പറ്റം കുട്ടികളെ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. 100 സ്കൂളിൽ തുടങ്ങിയ പദ്ധതി ഇന്ന് 1000 സ്കൂളുകളിൽ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 2 വർഷക്കാലം നീണ്ടുനിന്ന വളരെ ശക്തമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് ഈ വിദ്യാർത്ഥികൾ എല്ലാവരും അവരുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം നേടിയിരിക്കുന്നത്. മട്ടാഞ്ചേരി സബ് ഡിവിഷനിലെ ഏകദേശം 246ഓളം വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. അവരെല്ലാവരും വളരെയധികം ആഹ്ലാദത്തോടു കൂടെയാണ് ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. എല്ലാ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിനും മെട്രോ 7 ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ലിജൻ ജെയിംസിനൊപ്പം റിഡ്ജൻ റിബല്ലോ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,